നമസ്കാരം. മാരുതിയുടെ ഹാഷ്ബാക്ക് ലിസ്റ്റ് എടുത്താൽ ഹിറ്റ് അടിച്ച വമ്പന്മാരുടെ പേരുകൾ മാത്രമേ അതിൽ കാണാനാകൂ. ഇതിൽ ഏറ്റവും ജനപ്രിയമായത് ഏതാണെന്ന് ചോദിച്ചാൽ പലരും പറയുന്ന പേര് ഒന്നുകിൽ സ്വിഫ്റ്റോ അല്ലെങ്കിൽ ബലേനോ ഒക്കെ ആകും. പക്ഷേ ആ വിളിപ്പേരിന് ശരിക്കുമുള്ള അവകാശി നമ്മുടെ സ്വന്തം വാഗൺ ആർ എന്ന ടോൾ ബോയ് മോഡൽ തന്നെയാണ്. 2024 കലണ്ടർ വർഷത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളിൽ നിന്നും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഹാഷ്ബാക്ക് ആയി മാറിയിരുന്നു. ഇതിൽ കൂടുതൽ തെളിവ് വേണ്ടവർക്ക് മുന്നിലേക്ക് 2025 ഫെബ്രുവരി മാസത്തെ വിൽപ്പന കണക്കുകൾ കൂടി നോക്കേണ്ടതുണ്ട്. കഴിഞ്ഞ മാസത്തെ 28 കാലയളവിൽ വാഗണാറിന്റെ 19,879 യൂണിറ്റുകളാണ് മാരുതി സുസുക്കി വിറ്റഴിച്ചത്. ഫ്രോങ്സിന് പിന്നിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വാഹനം എന്ന ബഹുമതിയും ടോൾ ബോയ് വാഹനത്തിന് അവകാശപ്പെടാനുള്ളതാണ്. വാഗണാറിന് പിന്നാലെ സ്വിഫ്റ്റ് 16,269 യൂണിറ്റ്, ബലേനോ 15,480 യൂണിറ്റ് എന്നിവയാണ് പിന്നിലുള്ളത്. എങ്കിലും സ്വിഫ്റ്റിനേക്കാൾ 3000-ലധികം യൂണിറ്റുകളുടെ വ്യത്യാസത്തിലാണ് വാഗണാർ ലീഡ് ചെയ്തിരിക്കുന്നത്. 1999 ഇന്ത്യൻ വിപണിയിലേക്ക് ഒരു ഐതിഹാസിക വാഹനം എത്തുന്നത്. അതിനുശേഷം വാഗണറിന്റെ 33 ലക്ഷം യൂണിറ്റിലധികം വിൽപ്പനയും ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. 5,64,500 രൂപ മുതൽ 7,47,500 രൂപ വരെ എക്സ്-ഷോറൂം വിലയുള്ള വാഗണർ നിലവിൽ 3ാം തലമുറ ആവർത്തനത്തിലൂടെയാണ് നിരത്തിലേക്ക് ഒഴുകുന്നത്. മികച്ച ഡിസൈൻ, ഇന്റീരിയർ സ്പേസ്, കിടിലൻ മൈലേജ്, ശക്തമായ എഞ്ചിൻ ലൈനപ്പ് എന്നിവയൊക്കെയാണ് മാരുതി സുസുക്കി വാഗണറിനെ ആളുകളെ കൊണ്ടെത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറഞ്ഞ പരിപാലന ചെലവും കൂടിയായിരുന്നതോടെ സംഗതി മികച്ചതായി മാറുന്നുണ്ട്. 4 വേരിയന്റുകളിലാണ് വാഗണർ വിപണനത്തിന് എത്തുന്നത്. 1.0 ലിറ്റർ, 1.2 ലിറ്റർ കെ സീരീസ് പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളാണ് കാറിലുള്ളത്. ആദ്യത്തെ 1.0 ലിറ്റർ 3 സിലിണ്ടർ പെട്രോളിന് 66 bhp പവറിൽ പരമാവധി 89 ടോർക്ക് ഉൽപ്പാദിപ്പിക്കാനാകും. അതേസമയം ജനപ്രിയ ഹാച്ച്ബാക്കിലെ രണ്ടാമത്തെ 1.2 ലിറ്റർ എഞ്ചിന് 88 bhp കാര്യത്തിൽ പരമാവധി 113 എണ്ണം ടോർക്ക് വരെ വികസിപ്പിക്കാൻ പ്രാപ്തവുമാണ്. കൂടാതെ CNG ബയോഫ്യൂൽ ഓപ്ഷനും വാഗണർ അറിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇനി ഇതിന്റെ മൈലേജിലേക്ക് വരികയാണെങ്കിൽ വാഗണർ പെട്രോളിന് 25.19 ഇന്ധനക്ഷമതയും CNGക്ക് 33.48 കിലോമീറ്റർ മൈലേജുമാണ് കിട്ടുന്നത്. 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ AMT ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിലാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഹാച്ച്ബാക്കിന്റെ 2 എഞ്ചിനുകളും വാഗ്ദാനം ചെയ്യുന്നത്. സേഫ്റ്റിയുടെ കാര്യത്തിലും അത്രയ്ക്ക് മോശമൊന്നുമില്ല ഈ ജനകീയ വാഹനം. ഡ്യുവൽ എയർ ബാഗുകൾ, ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ, ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ ഹോൾഡ് തുടങ്ങിയ സുരക്ഷാ സവിശേഷതകളോടെയാണ് ഇത് വരുന്നത്. ഓഫ് സെറ്റ്, സൈഡ് ക്രാഷ്, കാൽനട സുരക്ഷ യാത്രകൾ എന്നിവ ഉൾപ്പെടെ എല്ലാ ക്രാഷ് ടെസ്റ്റുകളും ചട്ടങ്ങളും മാരുതി സുസുക്കിയുടെ ടോൾ ബോയ് പാലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുസുക്കിയുടെ 5ാം തലമുറ ഹാർടെക് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് മാരുതി വാഗണർ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഫീച്ചറുകളുടെ കാര്യത്തിലേക്ക് നോക്കിയാലും ആള് മോശക്കാരനല്ല എന്നാണ് കമ്പനി പറയുന്നത്. 7-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ, ബ്ലൂടൂത്ത് കൺട്രോളുകൾ, ടാക്കോമീറ്റർ, റിമോട്ട് സെൻസർ തുടങ്ങി നിരവധി സാധനങ്ങളാണ് ഇതിലുള്ളത്.